വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ ഇന്ന് എൻ്റെ കൂടെയുള്ളത് പ്രഭില എന്ന് പറയുന്ന കണ്ണൂരിൽ നിന്നുള്ളൊരു പേഷ്യൻ്റാണ്. ഈ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വരുന്നത് അവരുടെ സിവിയർ ആയിട്ടുള്ള നടുവേദന, കാര്യമായിട്ടുള്ള ഡിസ്ക് ബൾജും ഡിസ്ക് പ്രൊട്രൂഷൻ ലെവലിലൊക്കെയുള്ള ഒരു കംപ്ലൈൻ്റ് ഉള്ള വ്യക്തിയായിരുന്നു. കുറച്ച് സമയം പോലും നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒക്കെ സാധിക്കാത്തൊരു വ്യക്തിയൊക്കെയായിരുന്നു. ആ വ്യക്തി വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു അസോസിയേറ്റ് ചെയ്തിട്ടുള്ള രോഗം മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു വലിയൊരു വളരെ അധികമായിട്ട് ഈ നടുവേദനയേക്കാൾ അലട്ടിയിരുന്നത് അവർ ഒരു പരിധിവരെ മൈഗ്രെയിൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി പറയുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ചികിത്സ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോയി കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് രണ്ടും ഒരുമിച്ച് നമുക്ക് കുറച്ച് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. എൻ്റെ കൂടെയുള്ളത് പ്രഭിലയാണ്. പ്രഭില കണ്ണൂർ എവിടെയായിരുന്നു വീട് പറഞ്ഞത്? കണ്ണൂര് മരക്കാർക്കണ്ടി. ഓക്കെ. വരുമ്പോണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു ഒന്ന് പറയാം? മെയിനായിട്ട് നടുവേദന ഉണ്ടായിരുന്നു, തലവേദന, മൈഗ്രെയിൻ്റെ തലവേദന. എങ്ങനെയാ? നടുവേദനയും പിന്നെ ജോയിന്റ് പെയിൻസും അല്ലേ ഉണ്ടായിരുന്നത്? അതൊക്കെ എങ്ങനെയായിരുന്നു? നടുവേദന എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? കുറേ സമയം ഇരിക്കാൻ പറ്റില്ല, കുറേ സമയം നിൽക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് നാളായിട്ടൊരു 1-2 മാസമായിട്ട് നടക്കാനും കുറച്ച് സ്പീഡിൽ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്ത് പോക്കില്ല, 2 മാസമായിട്ട് ഞാൻ പുറത്തേ പോകും. 2 മാസമായിട്ട് പുറത്ത് പോകാറില്ല. ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ വീട്ടിൽ നിന്ന് നടക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വേദന അറിയുന്നില്ല, നടക്കുമ്പോൾ വേദന അറിയുന്നില്ല, നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഈ സന്ധികളിലുണ്ടായിരുന്ന വേദനകൾ കുറഞ്ഞാ? കുറേ ഭാഗം പോയി, ചെറിയൊരു ഇങ്ങനെ ഫിംഗർ മാത്രം കുറച്ച്, കുറേ ഒരു 90% കുറഞ്ഞ് മൈൽഡായിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു പ്രശ്നമായിരുന്നു മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് അല്ലേ? മൈഗ്രെയിൻ്റെ എത്ര വർഷമായിട്ട് പഴക്കമുണ്ട്? മൈഗ്രെയിൻ ഒരു 20 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വരെ അത് എങ്ങനെ വരിക? ഫസ്റ്റ് ഒരു ഇടക്ക് എപ്പോഴെങ്കിലും വരത്തുള്ളൂ, പിന്നെ അത് മാസത്തിൽ 2 പ്രാവശ്യം അങ്ങനെ, പിന്നെ ആഴ്ചക്കായി. ഇപ്പൊ ഡെയിലി തലവേദനയായിരുന്നു, തല പൊളിയണ പോലെ വേദനയായിരുന്നു അല്ലേ? രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാ ദിവസവും തലവേദന. ഓക്കെ. ഇപ്പൊ ഇവിടെ വന്നിട്ടൊരു 10 എത്ര ദിവസമായി? 3 ആഴ്ചയായി. ഇപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ മരുന്ന് തുടങ്ങിയിട്ടുള്ളൂ, അതിനുശേഷം പിന്നെ മൈൽഡായിട്ടൊക്കെ വന്നിട്ടേ ഉള്ളൂ. നമ്മൾ ഇത്രയും ചികിത്സ ചെയ്യുന്നു, ചൂടിലുള്ള ഡിസ്കിന്റെ ചികിത്സ ചെയ്യുമ്പോൾ യൂഷ്വലി സാധാരണ വേദന കൂടേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ മെൻസസ് വന്നു, അപ്പോഴും തലവേദന ഭയങ്കരമായിട്ട് കൂടാറുണ്ട് സാധാരണ മൈഗ്രെയിൻകാർക്ക്. അതും ഉണ്ടായിട്ടില്ല അല്ലേ? തലവേദനയും കൂടിയിട്ടില്ല. അത് ഒരു കാര്യം അങ്ങനെയല്ലേ, തലവേദന നമുക്ക് അത്രയും ഉറപ്പുള്ള ചികിത്സകളാണ്. അത് ഇനി ഒരിക്കലും വരില്ല. പിന്നെ നമ്മളാരും വേദനയുടെ മരുന്ന് ആരും തരുന്നില്ല. തലവേദന വരാതിരിക്കാനുള്ള പെയിൻ കില്ലറൊന്നും എടുത്തിട്ടില്ല ഇത്രയും ദിവസം. അത് കുറേ നാൾ, വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കില്ല വേദന സംഹാരി ഇല്ലാണ്ട് ഇത്രയും ദിവസം പോണത്, ആണോ? അല്ലേ? അതെ. മറ്റേത് വേദന സംഹാരി എടുക്കാറുണ്ടോ? വേദനയുടെ ഗുളികൾ എടുക്കാറുണ്ടോ? 3 ദിവസം ഉണ്ടാവും. ഇന്ന് വന്നാൽ 3 ദിവസം ഉണ്ട്. അപ്പൊ 2 ദിവസം ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ച് നിൽക്കും. 3ാമത്തെ ദിവസം തീരെ പറ്റുന്നില്ല, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഗുളിക കഴിക്കുക. അങ്ങനെ പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അത്രയും ഗുളിക കഴിക്കൂല, ഞാൻ പരമാവധി നിൽക്കൂ. തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ഇതാണ്, നമുക്ക് അത്രയും ഇതാണ് മൈഗ്രെയിൻ എല്ലാവരും മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ എരിവും കൂടിയും കുറേ കഴിച്ചാൽ മാത്രമേ ഇനി നമ്മളായിട്ട് വരുത്തിക്കാൻ പറ്റുള്ളൂ. ചായ കുറേ കുടിക്കുക, അല്ലെങ്കിൽ കോഫി കുടിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രെയിന് വീണ്ടും നല്ലൊരു സാധ്യതയും. ചായ കുടിക്കാൻ പാടില്ല, കാപ്പിയും പറ്റില്ല. പാലും വെള്ളം കുടിക്കുക കേട്ടോ. പാല് കുടിച്ചോ, പാലും വെള്ളം ആക്കിയിട്ടോ, പിന്നെ അല്ലെങ്കിൽ ജീരക വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. അവളുടെ ഒരു തലവേദന എങ്ങനെയുണ്ടായിരുന്നു? തലവേദന പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാം. ആണല്ലേ? രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളെ നെറ്റിയിൽ ഷാള് കെട്ടിയിട്ടുള്ള ഒരു സീനെ ഞാൻ ഡെയിലി കാണാറുള്ളത് അല്ലേ? നമുക്ക് ആ സമയത്ത് വിഷമം തോന്നും. കുറേ എന്താ പറയുക, പച്ചമരുന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കുറേ 5-8 വർഷം മുമ്പൊക്കെ ചെയ്തതാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല. ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ ആ സന്തോഷം ഞാൻ തിരിച്ചറിയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, തലവേദനയില്ല. അല്ലെങ്കിൽ അധികം വീട്ടിൽ നിന്നുള്ള സമയത്ത് ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ഭയങ്കര ദേഷ്യമൊക്കെയാണ്. ആ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. നമുക്ക് സങ്കടം തോന്നും, പക്ഷെ നമ്മൾ എന്താ ചെയ്യാന്നുള്ളൊരു നമുക്കൊന്നും ചെയ്യാൻ പറ്റൊരവസ്ഥയായില്ലോ. പിന്നെ ഈ നടുവേദനയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന സമയത്താണ് സാറ് നമുക്ക് ഈ മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറ്റുന്നുള്ള ഒരു മരുന്നൊക്കെ തന്നിട്ടുള്ളത്. പിന്നെ നല്ലൊരു ഹാപ്പിയാണ്. അത് മാറിയാൽ തന്നെ നമ്മൾ ഒരുപാട് ടെൻഷനൊക്കെ മാക്സിമം മാറിയില്ല.
രാവിലെ ആകുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന തലവേദനയും കൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുക. അല്ല, തലവേദന എനിക്കതൊരു ഒരു സാമൂഹിക പ്രതിബദ്ധത എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്ന സാധനം. തലവേദന കാരണം ഒരുപാട് പേരുണ്ട്. ഈ അടുത്ത ദിവസം കൊണ്ട് പോന്നു തലവേദന. വളരെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നിസ്സാര ചികിത്സ, മരുന്നിന് പൈസ ഇല്ല കാര്യമായിട്ട് ഒന്നുമില്ല, വളരെ നിസ്സാരം മരുന്നും അതേസമയം ചെറിയൊരു ഇങ്ങനത്തെ മോഡിഫിക്കേഷൻസ്, എരിവും പുളിയൊക്കെ കുറയ്ക്കണം എന്നുള്ളൊരു നിയമം മാത്രമേ ഉള്ളൂ. ഇറച്ചി, മീനും, മുട്ടയൊക്കെ കഴിക്കാം, അതിനൊന്നും വിരോധമില്ല. പക്ഷെ നമ്മളതിൽ കുറേ കുടംപുളി, എരിവ്, കോൽപ്പുളി അല്ലെങ്കിൽ വെളുത്തുള്ളി അങ്ങനെയുള്ള എരിവ് വരരുത്. എരിവ് വന്നാൽ അപ്പോൾ തല പ്രശ്നം ഉണ്ടാക്കും. അതേപോലെ സമയത്തിന് ഭക്ഷണം കഴിക്കണം, സമയത്തിന് ഉറങ്ങണം, അത്രയും സാധനങ്ങൾ അതൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ ഈ അസിഡിറ്റി ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് ഈ പറഞ്ഞ പോലെ ഈ സാമ്പാറിൽ ഒരുപാട് എരിവ് വരിക, പുളി ഒഴിക്കുക, അല്ലെങ്കിൽ രസത്തിൻ്റെ പുളി, തൈരിൻ്റെ പുളി, അതൊക്കെ പ്രശ്നമാണ് കേട്ടോ. അതൊക്കെ കംപ്ലീറ്റ് മാറ്റാമെന്നുണ്ടെങ്കിൽ, പുളി കുറയ്ക്കാമെന്നുണ്ടെങ്കിൽ, പുളിയൊക്കെ മൈൽഡായിട്ടാവും. ഇപ്പോൾ 2-4 തക്കാളി ഇട്ട കടി ഒരു തക്കാളി ഇടാം, 2 കുടംപുളി ഇട്ട് കൊടുത്ത് 1/2 കുടംപുളി ഇടാം. തീരെ വേണ്ടാന്നല്ല പറയുന്നത്, അതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നടുവേദനയോടൊപ്പം മൈഗ്രെയിനും കൂടി മാറി ദൈവം അത് വിചാരിക്കാത്തൊരു ബോണസാണ്. നമ്മൾ വന്ന നടുവേദനയ്ക്കാണെങ്കിലും ഏറ്റവും ഓക്കെ ഓക്കെ. അതെ. അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. ഷെയറിങ്ങിൽ നമ്മുടെ ടെസ്റ്റിമോണിയിൽ നമ്മൾ കേട്ടൊരു കാര്യം, അവിടെ മൈഗ്രെയിനും ഡിസ്ക് ബൾജും എങ്ങനെയാണ് ഒരുമിച്ച് മാറിയത് നമുക്ക് ചിന്തിക്കാം. ഇതിനു വേണ്ടി രണ്ടിനും വേണ്ടി 2 മരുന്നുകൾ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ കറക്റ്റ് ചെയ്തത്, ഈ വ്യക്തിയിൽ നമ്മൾ കറക്റ്റ് ചെയ്തത് അസിഡിറ്റിയെ മാത്രമാണ് കറക്റ്റ് ചെയ്തത്. അതിശക്തമായിട്ടുണ്ടായിരുന്ന അസിഡിറ്റി കാരണം തന്നെയാണ് ഇവരുടെ ഡിസ്ക് ബൾജ്. നമുക്കറിയാം, അസിഡിക് ആയിട്ടൊരു ബ്ലഡ് ഡിസ്കിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡീജനറേഷനിലേക്കും അല്ലെങ്കിൽ ജലാംശം നഷ്ടപ്പെടുന്നതിനും കാരണമാകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അസിഡിറ്റി ഇത് ഡിസ്ക് ബൾജിന് കാരണമാകുന്നു. ഇതേ അസിഡിറ്റി തന്നെയാണ് തലയിലെ മൈഗ്രെയിൻ്റെ പ്രധാനപ്പെട്ട കാരണവും. നമുക്കറിയാം, ഒരു യാത്ര ചെയ്യുമ്പോൾ വൈറൽ അസിഡിറ്റിയുള്ള ഒരു വ്യക്തി യാത്ര ചെയ്യുമ്പോൾ അതൊരു വൈറൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു, പെട്ടെന്ന് തന്നെ തലവേദന വരുന്നു. അല്ലെങ്കിൽ അസിഡിറ്റിയിലെ കൂടെ വെയിൽ കൊള്ളുമ്പോഴും നെറുകൾ ചൂടാവുന്നു, പെട്ടെന്ന് മൈഗ്രെയിനിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്തത് ഈ വ്യക്തിയുടെ അസിഡിറ്റിയെ മാത്രമാണ്. ഒരു അസിഡിറ്റിയെ കറക്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ ഇവരുടെ ഡിസ്ക് ബൾജിൻ്റെ കാരണത്തെ മാറ്റാൻ പറ്റി. ഡിസ്ക് ബൾജിൻ്റെതായ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് അസിഡിറ്റി മാറിയില്ലെങ്കിൽ ഡിസ്ക് ബൾജ് മാറിയാലും വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഡിസ്ക് ബൾജ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂല കാരണമായിട്ടുള്ള അസിഡിറ്റിയെ മാറ്റി. ഈ അസിഡിറ്റി മാറുന്നതിലൂടെ തന്നെ അവരെ ഭയങ്കര അതിശക്തമായ ഒരു മൈഗ്രെയിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ മൈഗ്രെയിൻ നമുക്ക് വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ്. നമ്മൾ ഒരുപാട് പേര് ഈ അടുത്ത കാലത്തൊരു ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു വ്യക്തി ഡിപ്രഷൻ, മൈഗ്രെയിൻ കാരണം ഡിപ്രഷൻ വന്ന് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. വളരെ വേദനാജനകമാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നിസ്സാരമായൊരു തീരെ കോസ്റ്റ് ഇല്ലാത്തൊരു ചികിത്സ കൂടിയാണ് മൈഗ്രെയിൻ്റെ ചികിത്സ. അതേസമയം അത്രയും 99.9% റിസൾട്ട് എന്ന് പറയാവുന്ന ഒരു ചികിത്സയും കൂടിയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.